സഭയിൽ ഒരു തീവ്ര ആക്രമണം, ഒരു ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായി എന്ന് ഇന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ആ സഭയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായി. വ്യക്തികൾക്കെതിരായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ വാർഷികത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കുറിച്ച ഒരു കുറിപ്പുണ്ട്. 20 വർഷം മുമ്പ് നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളതിന്റെ വെല്ലുവിളിയാണ്, ഒരു മന്ദിരത്തിനെതിരെയല്ല. ആ മന്ദിരം ഇന്ത്യയുടെ മാതാവാണ്, ആ മാതാവിനെതിരെ നടന്ന വെല്ലുവിളിയാണ്. അപ്പൊ സ്വന്തം മാതാവിനെതിരെ നടന്ന വെല്ലുവിളിയായി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മാതാവിനെതിരെ നടന്ന അക്രമമായി പാർലമെന്റ് ആക്രമണത്തെ വിശേഷിപ്പിച്ച ശ്രീ മോഡി ആ മാതാവിനെ വീണ്ടും ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെ വന്ന കലാപമുണ്ടാക്കിയപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനുള്ള ജനാധിപത്യ മര്യാദ കാണിക്കാത്തത് ഞങ്ങൾക്ക് വളരെയധികം. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി സഭയിൽ വരണം. ഇതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്ന് ഒരു വിശദീകരണം നടത്തും. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത്, ആ സസ്പെൻഷൻ വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കാണുന്നു. സസ്പെൻഷൻ കൊണ്ട് ഇപ്പൊ ഇവിടെ എന്താ, പാസ് കൊടുത്ത എംപിക്കെതിരെ സസ്പെൻഷൻ, മറ്റു നടപടിക്രമങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുത്തിയ ആളുകൾക്കെതിരെ ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രഷറി ബെഞ്ചാണ് അവിടെ നിന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനില്ല. അപ്പൊ ഇത് ഞങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ സസ്പെൻഷൻ കൊണ്ട് ഞങ്ങളുടെ വായ്മൂടി കെട്ടാനും ഞങ്ങളുടെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ തെറ്റുപറ്റുന്നത് ഗവൺമെന്റിനാണ്. ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങൾ